1 by root 2. 1 by root 2. root 2. Okay, fine. അപ്പോൾ എടുത്തേ വേഗം. സോ നമ്മൾ ഇന്നലെ ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ് ചെയ്തത് എൻ്റെ ഓർമ്മ ലാസ്റ്റ് ആണോ? നോക്കിയ വേഗം ഒന്നൊന്ന് റെസ്പോണ്ട് ചെയ്ത് ഫാസ്റ്റ്. 6 ആണ് എൻ്റെ ഓർമ്മ. ഈസ് ഇറ്റ്? ഓക്കെ ഫൈൻ. അപ്പോൾ 7th വേഗം തുടങ്ങിക്കോ. ശ്രദ്ധിച്ച് ആലോചിച്ച് ചെയ്യണം കേട്ടോ. Read the question carefully. 2 minutes for that. ശ്രദ്ധിച്ച് വായിച്ചാലാണ് മീനിങ് കിട്ടുള്ളൂ. നിങ്ങൾ വേർഡ് ബൈ വേർഡ് മീനിങ് നോക്കരുത്. ടോട്ടൽ മീനിങ് ആണ് ശ്രദ്ധിക്കേണ്ടത്. One more minute to read the question. Thirty seconds more to read. ക്വസ്റ്റിന്റെ മീനിങ് ഒന്ന് പറയാൻ കേൾക്കട്ടെ. എന്താ ക്വസ്റ്റിന്റെ മീനിങ് എന്നുള്ള ഷഹസാദി? ഒരു ടവർ എന്നിട്ടുണ്ട്, അതിന്റെ ഹൈറ്റ് 20 മീറ്റർ. അതില് ട്രാൻസ്മിഷൻ ടവർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഒരു ടവർ വന്നിട്ട് അതിന്റെ ഹൈറ്റ് 20 മീറ്റർ, ട്രാൻസ്മിഷൻ ടവർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. സാർ എനിക്ക് മനസ്സിലായില്ല ക്വസ്റ്റ്യൻ. സിമ്പിൾ ആയ രണ്ട് സെന്റൻസ് ആണ്, രണ്ട് സെന്റൻസ്. അതിലെവിടെയാണ് കൺഫ്യൂഷൻ? വളരെ സിമ്പിൾ ആയ, കോംപ്ലിക്കേറ്റഡ് ആയ, നമുക്ക് അറിയില്ലാത്ത വാക്കുകളൊന്നും അതിനകത്തില്ല. ഇതിന്റെ അർത്ഥം പിടി കിട്ടിയില്ല എന്ന് പറഞ്ഞ അർത്ഥമില്ലല്ലോ. ഒരു ടവർ, അതിന്റെ ഹൈറ്റിന്റെ ബിൽഡിംഗ് 20 തന്നിട്ടുണ്ട്. അതിന്റെ ഹൈറ്റിന്റെ ബിൽഡിംഗ് 20? ഉറക്കത്തിൽ നേരെ ഇരിക്കുവാണോ? ഹൈറ്റിന്റെ ബിൽഡിംഗ് 20 എന്നൊക്കെ പറയണേ. നിങ്ങളതില്ല, നിങ്ങളോട് സ്റ്റാർട്ടിങ് പറഞ്ഞില്ലേ, നിങ്ങൾ ഓരോ വേർഡ് ബൈ വേർഡ് വായിച്ച അർത്ഥം കണ്ടുപിടിക്കാൻ നോക്കി നിങ്ങൾ ഇടങ്ങേറാവും. കാരണം നമുക്കറിയാം ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ ഒരു പെക്യുലാരിറ്റി. നമ്മൾ ആ സെന്റൻസ് പോകുന്ന അതേ ഓർഡറിൽ നമ്മൾ അർത്ഥം പറയാൻ നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് മീനിങ് നമുക്ക് പിടികിട്ടില്ല, അല്ലേ? ഇപ്പൊ ക്വസ്റ്റ്യനിൽ പറയുന്നത് ഫ്രം എ പോയിന്റ് ഓൺ ദ ഗ്രൗണ്ട്, ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ബോട്ടം ആൻഡ് ടോപ്പ് ഓഫ് എ ട്രാൻസ്മിഷൻ ടവർ ഫിക്സ് ദ ടോപ്പ് ഓഫ് എ 20 മീറ്റർ ഹൈ ബിൽഡിംഗ് ആർ 45 ഡിഗ്രി ആൻഡ് 60 ഡിഗ്രി. ഇത് നമ്മൾ ക്വസ്റ്റ്യനിൽ പറയുന്ന ഓർഡറിൽ അർത്ഥം പറഞ്ഞ എന്താ വരിക നോക്കി? ഗ്രൗണ്ടിൽ ഒരു പോയിന്റ്, ആംഗിൾ ഓഫ് എലിവേഷൻ, ബോട്ടത്തിലേക്കും ടോപ്പിലേക്കും ഒരു ടവറിന്റെ, ഇങ്ങനെ പറയേണ്ട വരും. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്താണ്, ഒരു ക്ലാരിറ്റി ഇല്ലാന്ന് മാത്രമല്ല ഒരു പ്രോപ്പർ വേയും അല്ല. മുഹമ്മദ് അസ്സലാം, എന്താ സെന്റൻസിന്റെ മീനിങ്? മീറ്റർ ഡിസ്റ്റൻസില് ട്രാൻസ്മിഷന്റെ അർത്ഥം തന്നെയാണ്. ട്രാൻസ്മിഷൻ ടവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ഈ ടെലിഫോൺ ടവർ ഇല്ല, ആ സാധനമാണ്, വേറൊന്നുമല്ല. അതിപ്പോ അതെന്താ നിങ്ങൾ കണ്ടുപിടിക്കാൻ പോകുന്നു വേണ്ട, ഇറ്റ്സ് എ ടവർ, അത്രയൊക്കെ മനസ്സിലാക്കിയാൽ മതി. 20 മീറ്റർ ഹൈറ്റ് ഉള്ള ഒരു ബിൽഡിങ്ങിന്റെ ആംഗിൾ ഓഫ് എലിവേഷൻ 45 60. അല്ല 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 അല്ല. റിച്ച, മീനിങ് ഓഫ് ദ ക്വസ്റ്റ്യൻ? സാർ, ഒരു ബിൽഡിങ്ങിന്റെ ഹൈറ്റ് 20 മീറ്റർ ആണ്. അതിന്റെ മേലിൽ ഒരു ട്രാൻസ്മിഷൻ ടവർ ഉണ്ട്.
ഒരു പോയിന്റ് ചെയ്യുന്ന ഈ ബിൽഡിങ്ങിന്റെ ടോപ്പിലേക്ക് ഉള്ള ആംഗിൾ ഓഫ് എലവേഷൻ 45 ഡിഗ്രിയും ഈ ടവറിന്റെ ടോപ്പിലേക്കുള്ള ആംഗിൾ ഓഫ് എലവേഷൻ 60 ഡിഗ്രിയും. അപ്പോൾ ഈ ഹൈറ്റ് ഓഫ് ദി ടവർ കണ്ടുപിടിക്കണം. അബ്സല്യൂട്ട്ലി. ഇതാണ് ആ ക്വസ്റ്റ്യന്റെ ടോട്ടൽ മീനിങ് എന്ന് പറയുന്നത്. ഒരു ഗ്രൗണ്ടിൽ ഒരു ബിൽഡിംഗ്, ബിൽഡിംഗ് ഇൻ എ ഗ്രൗണ്ട്. ഈ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് 20 മീറ്റർ ആണ്. ഈ ബിൽഡിങ്ങിന്റെ മുകളിലായിട്ട് ഒരു ടവർ ഫിക്സ് ചെയ്തിട്ടുണ്ട്, ട്രാൻസ്മിഷൻ ടവർ. ഈ ട്രാൻസ്മിഷൻ ടവറിന്റെ ബോട്ടം ആൻഡ് ടോപ്പിലേക്ക് ഗ്രൗണ്ടിൽ ഒരു പോയിന്റ് നോക്കിയാൽ ദ ആംഗിൾ ഓഫ് എലവേഷൻ ഈസ് 45 ഡിഗ്രി ആൻഡ് 60 ഡിഗ്രി റെസ്പെക്റ്റീവ്ലി. വി ഹാവ് ടു ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ ടവർ. ഇതാണ് ക്വസ്റ്റ്യന്റെ അർത്ഥം. ഇങ്ങനെ ആ ക്വസ്റ്റ്യന്റെ മീനിങ് നിങ്ങൾക്ക് പിടി കിട്ടണം. ഗ്രൗണ്ടിലൊരു ബിൽഡിംഗ്, അതിന്റെ ഹൈറ്റ് 20 മീറ്റർ, ബിൽഡിങ്ങിന്റെ മുകളിലൊരു ടവർ, ഗ്രൗണ്ടിൽ ഒരു പോയിന്റ് നോക്കുന്നു, ടവറിന്റെ താഴേക്ക് നോക്കി ഇത്ര എലവേഷൻ, ടവറിന്റെ മുകളിലേക്ക് നോക്കി ഇത്ര എലവേഷൻ, ഹൈറ്റ് ഓഫ് ദ ടവർ കണ്ടുപിടിക്കും. ഇനി വേഗം ഫിഗർ വരച്ച് 1 മിനിറ്റ് മാക്സിമം. ഫിഗർ വരയ്ക്ക് 1 മിനിറ്റ് മാക്സിമം കേട്ടോ. ലേറ്റ് ആണ്, ഇത്രയും സ്ലോ ആയാൽ പറ്റില്ല, വേഗം ആവട്ടെ. അബ്ദുള്ള വീഡിയോക്ക് എന്നാ പറ്റി? അബ്ദുള്ള സുഖമില്ല, കുറച്ച് ഓണക്കം ഓക്കെ തുമ്മിക്കൊണ്ടിരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. ഞാനിവിടെ അതിലപ്പുറം തുമ്മല്ല 3 ദിവസമായിട്ട്. തേർട്ടി സെക്കൻഡ്സ് ഓട്ടോ ഫിഗർ വരയ്ക്കാൻ. റൈറ്റ്, ഒന്ന് കാണിച്ചെല്ലാവരും നോക്കട്ടെ എന്താണ് വരച്ചതെന്ന് നോക്കട്ടെ. സാമിയ, നജാദിന്റെ ഒക്കെ ഫിഗറിൽ സമാനമായ ഇഷ്യൂസ് ഉണ്ട്. സാമിയ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. ഈ ടവറിന്റെ ബോട്ടത്തിലേക്കും ടവറിന്റെ ടോപ്പിലേക്കും നോക്കുന്നത് സെയിം പോയിന്റ് എന്നാണോ ഡിഫറെന്റ് പോയിന്റ് എന്നാണോ? ഡിഫറെന്റ് പോയിന്റ്. അങ്ങനെയാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്. നോക്കി, ഫിഗർ അല്ലാന്ന് ചോദിച്ചാൽ ക്വസ്റ്റ്യനിൽ പറയുന്നത്. സഫാനെ ബുക്ക് എടുത്ത് റൈസ് ചെയ്യുന്നത് മുകളിലേക്ക്. ഓക്കെ ഓക്കെ. എങ്ങനെയാ സാമിയ ക്വസ്റ്റ്യനിൽ പറയുന്നത്? സെയിം പോയിന്റ്. സെയിം പോയിന്റ് എന്നാണ്. നജാദ് ഫിഗർ കണ്ടിട്ടില്ല. നജാദിന്റെ ഫിഗർ ഞാൻ കണ്ടിട്ടില്ല, അഭിനവിന്റെ ഫിഗർ ഞാൻ കണ്ടിട്ടില്ല. ബാക്കിയുള്ളവർ മാറ്റിക്കോ. നജാദ് ഒന്ന് റീഡ്രോ ചെയ്തതിൽ പ്രശ്നം വരും. അഭിനവിന്റെ വീഡിയോ സ്റ്റക്ക് ആണല്ലോടാ. ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുള്ള ഐഡിയ അനുസരിച്ച് ഒരു ഗ്രൗണ്ടിൽ ഒരു ടവർ, ഒരു ബിൽഡിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ചുമ്മാ ഒരു ലൈനായിട്ട് കാണിച്ചാൽ മതി. ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. One second. ഓക്കെ, ഒരു ഗ്രൗണ്ടില് ബിൽഡിംഗ്, ആ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് വി ഹാവ് എ ടവർ. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേറൊരു കളർ കൊടുക്കുന്നുള്ളൂ. നിങ്ങൾ അങ്ങനെ 2 കളറൊന്നും കൊടുക്കണ്ട കേട്ടോ. ഇതാണ് പറഞ്ഞിരിക്കുന്ന കാര്യം. ഒരു ബിൽഡിങ്, ആ ബിൽഡിങ്ങിന്റെ മുകളിൽ ഒരു ടവർ, ഇങ്ങനെ. എന്നിട്ട് ഗ്രൗണ്ടിൽ ഒരു പോയിന്റ് നമ്മൾ ഒബ്സർവ് ചെയ്യണം. ഒബ്സർവ് ചെയ്യുമ്പോൾ ടവറിന്റെ ബോട്ടം, അവിടേക്കുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് 45 ഡിഗ്രി. അതുപോലെ തന്നെ ടവറിന്റെ ടോപ്പ് ആംഗിൾ ഓഫ് എലിവേഷൻ തന്നിട്ടുണ്ട് 60 ഡിഗ്രി. ഇത്രയുമാണ് നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റാസ്. ഓൾസോ ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് 20 മീറ്റർ ആണ്. നമുക്ക് ABCD എന്നൊക്കെ ഫിഗറിന് നെയിം കൊടുക്കാം. നമ്മൾ ചിന്തിക്കണം ആരെ കണ്ടുപിടിക്കണം, അതിനെങ്ങനെ നമുക്ക് മൂവ് ചെയ്യാം. സ്പീഡ് ആവട്ടെ. 2 more minutes to solve maximum. വേഗം.
വേഗം ആവട്ടെ കേട്ടോ. നമുക്ക് ഫിഗർ കിട്ടി. എന്താ കണ്ടുപിടിക്കണമെന്നുള്ള ധാരണ വേണം. ഇൻട്രൊഡക്ഷൻ ഒക്കെ എഴുതിയിട്ടുണ്ടാവണം. ഇതിനൊക്കെ നമ്മൾ ഇൻട്രോ എഴുതിയാൽ നല്ലതാണ് കേട്ടോ. ഇവിടെ നമുക്ക് ഹൈറ്റ് ഓഫ് ദ ടവർ കിട്ടണമെങ്കിൽ സുഹാന ആരെ കണ്ടുപിടിക്കണം? AD ആണ്. AD കണ്ടുപിടിക്കണം. AD കണ്ടുപിടിക്കാനുള്ള വഴി എന്താ? Tan 45 പക്ഷെ equal tan to 45 എടുക്കുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, AD എന്ന് പറഞ്ഞ ഇവിടെ ഫിഗറിൽ ഏത് ലെങ്താ? base D ആരാ? D 45 degree. ആംഗിൾ അല്ല ഞാൻ ചോദിച്ചേ. D എന്നുള്ളത് ജസ്റ്റ് ഗ്രൗണ്ടിൽ ഒരു പോയിന്റ് മാത്രല്ലേ? A ആരാ? ഹൈറ്റ് ടവറിന്. ഹൈറ്റ് ഓഫ് ദ ടവറോ? എ എന്നുള്ള പോയിന്റ് ഞാൻ ബോർഡിൽ കൊടുത്തേക്കും പോലെയാണോ പേര് കൊടുത്തേക്കുന്നത്? ആണ് സർ. അപ്പൊ എ എന്നുള്ളത് ശരിക്കും എന്താ? എ ഡിനോട്ട്സ് ദി എ ബി എന്താ? എ ഡിനോട്ട്സ് ബിൽഡിങ്ങിന്റെ ഹൈറ്റ്. ബിൽഡിങ്ങിന്റെ ഹൈറ്റ് ആണ് എ ബി. അപ്പൊ എ എന്ന് പറഞ്ഞാൽ ബിൽഡിങ്ങിന്റെ ഫുട്ട് അല്ലേ? അപ്പൊ ഈ എ ഡി എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ബിൽഡിംഗ് ആൻഡ് ദ പോയിന്റ് ആണ് അല്ലേ? നമുക്ക് അൾട്ടിമേറ്റ്ലി എന്താ കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റ്യനില്? ഹൈറ്റ് ഓഫ് ദ ടവർ. ഹൈറ്റ് ഓഫ് ദ ടവർ ആരാ ഫിഗറില്? AB plus BC. AB plus BC. ഹൈറ്റ് ഓഫ് ദ ടവർ. ഹൈറ്റ് ഓഫ് ദ ടവർ എവിടെയൊക്കെയോ ഡൈവേർട്ട് ആവുന്നുണ്ടല്ലോ. ഒന്നുകൂടെ ഷാർപ്പാക്കി. ഫാത്തിമ ഷദ എന്ന് പറഞ്ഞ ഇതിലെ ഹൈറ്റ് ഓഫ് ദ ടവർ ആരാ? ഹൈറ്റ് ഓഫ് ദ ടവർ BC ആണ് ഹൈറ്റ് ഓഫ് ദ ടവർ. ബിൽഡിങ്ങിന്റെ മുകളിലാണ് ടവർ. ആ BC എന്നുള്ള പോർഷൻ ഹൈറ്റ് ഓഫ് ദ ടവർ. അതെങ്ങനെ കണ്ടുപിടിക്കാം ഫാത്തിമ ഷദ? അതെങ്ങനെ കണ്ടുപിടിക്കാം? tan 60 degree എടുത്താൽ മതിയോ? tan 60 എടുക്കുമ്പോൾ BC മാത്രം കിട്ടുമോ? ഏത് ട്രയാങ്കിളിലാണ്? ട്രയാങ്കിളിന്റെ പേര് പറഞ്ഞേ. ട്രയാങ്കിൾ BCD. BCD എന്നുള്ള ട്രയാങ്കിൾ BCD ഏതെടുക്കണ്ടേ? tan 60. BCD tan 60 എടുക്കാൻ പോയാൽ ഓടിച്ചിട്ട് തല്ലുന്നേ. രണ്ട് പ്രശ്നമുണ്ട്. ഒന്നാമത്തെ പ്രശ്നം, ഈ ട്രിഗ്നോമെട്രി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏത് ടൈപ്പ് ട്രയാങ്കിളാണ് ഫാത്തിമ? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. BCD റൈറ്റ് ആംഗിളിലാണോ? അല്ല. ഇനി രണ്ടാമത്തെ പ്രശ്നം, ഈ 60 ഡിഗ്രി എന്ന് പറഞ്ഞ ആംഗിൾ ഏതാ? ഡിഗ്രി എന്നുള്ള ആംഗിളിന്റെ പേരൊന്ന് പറഞ്ഞേ. ക്വസ്റ്റ്യൻ മനസ്സിലായില്ല ഫാത്തിമ ഷദ? 60 ഡിഗ്രി എന്നുള്ള നമ്മളിപ്പോ മാർക്ക് ചെയ്തേക്കുന്ന ആംഗിൾ ഇല്ലേ, ആംഗിളിന്റെ നെയിം എന്താണ്? ഇപ്പൊ 45 ഡിഗ്രി മാർക്ക് ചെയ്തിരിക്കുന്ന ADB എന്നുള്ള ആംഗിളാണ്. ADB ആണ് 45. 60 ആരാ? ADC ആണ്. നമ്മൾ BCD എന്നുള്ള ട്രയാങ്കിൾ എടുത്ത ഈ ആംഗിൾ അല്ലേ വരുള്ളൂ. ആംഗിൾ മൊത്തം അല്ലേ 60 ഡിഗ്രി. രണ്ടാമത്തെ പ്രശ്നം, സപ്പോസ് ഇനിയിപ്പോ BCD റൈറ്റ് ആംഗിൾ ആണെങ്കിലും tan 60 എടുക്കാൻ പറ്റൂല, കാരണം ആംഗിൾ അല്ല 60 ഡിഗ്രി. അപ്പൊ നമുക്ക് BC ആണ് കണ്ടെത്തേണ്ടത്, ബട്ട് വി കനോട്ട് അപ്ലൈ tan 60 ഇൻ BCD. അപ്പൊ എന്ത് ചെയ്യും അഭിഷേക് ബിജു? വാട്ട് വി ക്യാൻ ഡു എന്ന് പറഞ്ഞു നോക്കട്ടെ. ആദ്യം DA കണ്ടുപിടിച്ചിട്ട് പൈതഗോറസ് വെച്ച് ചെയ്താൽ മറ്റേ സൈഡ് കിട്ടൂലേ DB? പൈതഗോറസ് വെച്ച് ചെയ്ത DB കിട്ടും. DB കിട്ടിയിട്ട് DB കിട്ടിക്കഴിഞ്ഞാൽ സാറ് CDB എന്നുള്ള ട്രയാങ്കിൾ എടുക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. CDB എടുക്കാൻ പറ്റില്ലല്ലോ, ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് റൈറ്റ് ആംഗിൾ. ചിലപ്പോ 60 + 45 സമയാണോ? എന്നിട്ട് 60 45 സമയം എന്താ? രണ്ടും ഡിഫറെന്റ് ആംഗിൾസ് അല്ലേ? സോറി, രണ്ടും ഒരേ സൈഡിൽ തന്നെ ആംഗിൾസ് അല്ലേ? അത് സം ചെയ്തിട്ട് വലിയ അഡ്വാൻറ്റേജ് ഉണ്ടാവില്ല. ഇനി ഓപ്ഷൻ ഐഷ സിദ്ദീഖ്.
കിട്ടില്ല. മുഹമ്മദ് സലാം. സാർ ഓ ഇപ്പൊ എവിടെ പറഞ്ഞേ? നമുക്ക് ഇവിടെ ഹൈറ്റ് ഓഫ് ദ ടവർ കണ്ടെത്താനുള്ള ഓപ്ഷൻ എന്താണ്? ഹൗ വി ക്യാൻ ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ ടവർ? DA കണ്ടുപിടിച്ചിട്ട് നമ്മള് വലിയ ട്രയാങ്കിളിന്റെ ടാൻ 60 വെച്ച് AC കണ്ടുപിടിച്ചിട്ട് AC മൈനസ് AD. അബ്സല്യൂട്ട്ലി, അതാണ് ഇവിടുത്തെ വഴി. ഇവിടെ നമുക്ക് ചെറിയ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയ ABDയിൽ നിന്നും നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്താണെന്നറിയോ? BC ആണ് ഹൈറ്റ് ഓഫ് ദ ടവർ. പക്ഷേ BC നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു സിംഗിൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ നിന്ന് കിട്ടൂല. ഓക്കെ, അപ്പൊ നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഈ കംപ്ലീറ്റ് സൈഡ് കിട്ടിയാൽ, ഈ കംപ്ലീറ്റ് ലെങ്ത് കിട്ടിയാൽ അതിൽ നിന്നും ഈ AB എന്ന 20 മീറ്ററിന് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തായി? BC കിട്ടും. അപ്പൊ BC കിട്ടാൻ മൊത്തം ലെങ്തിന് ഈ 20 ഒഴിവാക്കിയാൽ മതി. അപ്പൊ മൊത്തം ലെങ്ത് എങ്ങനെ കിട്ടും? മൊത്തം ലെങ്ത് കിട്ടുമെങ്കിൽ വലിയ റൈറ്റ് ട്രയാങ്കിൾ എടുക്കണം. വലിയ റൈറ്റ് ട്രയാങ്കിൾ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ വലിയ റൈറ്റ് ട്രയാങ്കിളിന്റെ സൈഡ്, സാമി ഒരു സെക്കൻഡ്, വലിയ റൈറ്റ് ട്രയാങ്കിളിന്റെ സൈഡ് ADയും ACയും CDയുമാണ്. ഈ 3 പേരെയും നമുക്ക് അറിയില്ല. സോ നമ്മൾ ചെറിയ റൈറ്റ് ട്രയാങ്കിൾ എടുത്തിട്ട് ആദ്യം ADനെ കണ്ടെത്തും. ഈ AD വെച്ചിട്ട് ബിഗർ ട്രയാങ്കിളിൽ നിന്നും ACനെ കണ്ടെത്തും. ദെൻ AC മൈനസ് AB ചെയ്യുമ്പോൾ ഹൈറ്റ് ഓഫ് ദ ടവർ. This is how we will complete that question. ഇത് നമ്മൾ ചിന്തിക്കണം. ഇത് ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് ആ വഴി തെളിയുള്ളൂ, അല്ലാതെ നമുക്ക് കിട്ടൂല. സ്വാമിയ ഡൗട്ട് ആയിരുന്നോ നേരത്തെ? അറിയാതെ കൈ കൊണ്ടാണ്. കംപ്ലീറ്റ് ചെയ്ത വേഗം. അപ്പൊ ഇൻ ട്രയാങ്കിൾ ADB tan 45 equal opposite by adjacent 1 equal 20 by AD equal 20 meter. രണ്ടാമത്തെ ട്രയാങ്കിളിലേക്ക് നമ്മൾ പോകുന്നു. ട്രയാങ്കിൾ ACD tan 60 equal opposite by adjacent root 3 equal AC by 20 root 3 equal to AC. BC equal to AC minus AB ആണ്. 20 root 3 minus 20. 20 ഒന്ന് കോമൺ എടുത്താൽ 20 into root 3 minus 1 ഫൈൻഡ് ചെയ്യാം. That's it. എടുത്ത് എഴുതണം കേട്ടോ. Therefore height of the tower is എന്നെടുത്ത് എഴുതി കൺക്ലൂഡ് ചെയ്യുക. തീർന്നെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 8ലേക്ക് പോവാം. ഒന്ന് ഫാസ്റ്റ് ആക്കി. ക്വസ്റ്റ്യൻ വേഗം കംപ്ലീറ്റ് ചെയ്തെടുക്കണേ. ക്വസ്റ്റ്യൻ നമ്പർ 8ലേക്ക് കയറും. ഇനി ആ ക്വസ്റ്റ്യൻ കുറേ നിൽക്കല്ല കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 8 തുടങ്ങിയ വേഗം. ക്വസ്റ്റ്യൻ്റെ മീനിങ് വായിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഓർമ്മയിൽ ഉണ്ടാവണം. നിങ്ങൾ ഓരോ വാക്കായിട്ട് അർത്ഥം വായിക്കരുത്. എ സ്റ്റാച്ചു, ഒരു പ്രതിമയുണ്ട്, 1.6 മീറ്റർ ടോൾ, ഇങ്ങനെ വായിക്കരുത്. സെന്റൻസ് വായിക്കുക, കംപ്ലീറ്റ് സെന്റൻസ് വായിക്കുക, മീനിങ് മനസ്സിലാക്കുക. മീനിങ് മനസ്സിലായെങ്കിൽ ഫിഗർ വരയ്ക്കുക കേട്ടോ. Two minute maximum.
ഷാഹിദിന്റെ വീഡിയോ ഒക്കെ പറ്റിയ ഷാഹിദേ? സാറേ വർക്ക് ചെയ്യണോ? വർക്ക് ചെയ്യാതിന് പരിഹാരം കാണാതെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ലോടാ. നെക്സ്റ്റ് ക്ലാസ് തൊട്ട് അല്ല ഇന്നുകൊണ്ട് ശരിയാക്കും. ആ. ഒരു മിനിറ്റ് അവിടെ കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻ മീനിങ് ഒന്ന് പറഞ്ഞ് കേൾക്കട്ടെ എന്താന്നുള്ളത്. വാട്ട് ദ ക്വസ്റ്റ്യൻ മീൻസ്. അഭിനവേ പറ. മീനിങ് ഓഫ് ദ ക്വസ്റ്റ്യൻ. ഒരു സ്റ്റാറ്റു 1.6 മീറ്റർ ടോളില് ഒരു ടോപ്പ് ഓഫ് എ പെഡസ്റ്റലില് നിൽക്കുന്നു. ഒരു പോയിന്റ് ഓൺ ദ ഗ്രൗണ്ട്. അവിടെ നിന്നിട്ട് ടോപ്പ് ഓഫ് ദ സ്റ്റാറ്റു 60 ഡിഗ്രി ആണ്. ഓക്കെ. അവിടുന്ന് തന്നെ ഒരു ആംഗിള് പെഡസ്റ്റൽ വരെ 45 ഡിഗ്രി ആണ്. അതിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കും. ഓക്കെ. ഹൈറ്റ് ഓഫ് ദ പെഡസ്റ്റൽ എന്താന്ന് പിടികിട്ടിയോ? പെഡസ്റ്റൽ ഉദ്ദേശം എന്താന്ന്? വേറൊന്നുമില്ലാട്ടോ. നിങ്ങൾ ഈ സ്റ്റാച്ചു ഒക്കെ വെച്ചേക്കുന്ന കണ്ടിട്ടുണ്ടാവും. നമ്മൾ സാധാരണ ഇപ്പൊ നമ്മുടെ ടൗണിലൊക്കെ ആണെങ്കിലും ചില സ്റ്റാച്യൂസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഫൂട്ട് തൊട്ട് ഗ്രൗണ്ടിലായിരിക്കും. ചില പ്രതിമകളുടെ കാല് തൊട്ട് ഗ്രൗണ്ടിലായിരിക്കും. ഓക്കെ. ചിലത് ഒരു തട്ടിന് മുകളിലാണ് എന്ത് ചെയ്യുക, പ്രതിമ വയ്ക്കുക. ഓക്കെ. ആ തട്ടിനെ നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്? പെഡസ്റ്റൽ എന്ന് പറയാം കേട്ടോ. ആ ബ്ലോക്കിനെയാണ് പെഡസ്റ്റൽ എന്ന് പറയാം. സ്പീഡായിക്കോട്ടെ, സൊല്യൂഷനിലേക്ക് കയറിക്ക്. കൃത്യമാണ് പറഞ്ഞ മീനിങ്. ഒരു ചെറിയൊരു തട്ടുണ്ട്, പെഡസ്റ്റൽ നമ്മൾ പറയും. അതിന് മുകളിൽ നമുക്കൊരു സ്റ്റാച്ചു ഉണ്ട്. ഒരു പെഡസ്റ്റലിന്റെ മുകളിൽ ഒരു സ്റ്റാച്ചു. കൃത്യം പെഡസ്റ്റലിന്റെ മുകളിലായിരിക്കണേ. നിങ്ങൾ ഒറ്റ ലൈനായിട്ട് വരച്ചാൽ മതി. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുമെങ്കിൽ 2 ഫിഗർ ആക്കിയെന്നേ ഉള്ളൂ. നിങ്ങൾ ഒറ്റ ലൈനായിട്ട് വരച്ചാൽ മതി. എന്നിട്ട് ഗ്രൗണ്ടിലെ ഒരു പോയിന്റിൽ നിന്ന് പെഡസ്റ്റലിന്റെ ടോപ്പിലേക്കും സ്റ്റാച്ചുവിന്റെ ടോപ്പിലേക്കും ഉള്ള ആംഗിൾസ് നമുക്ക് തന്നിട്ടുണ്ട്. ആംഗിൾസ് ആർ 45 ഡിഗ്രി ആൻഡ് 60 ഡിഗ്രി റെസ്പെക്റ്റീവ്ലി. ഹൈറ്റ് ഓഫ് ടവർ 1.6 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഇതാണ് നമുക്ക് മുമ്പെയുള്ള ഡേറ്റാസ്. വെച്ചിട്ട് വേണം നമ്മൾ ആൻസറിലേക്ക് എത്താൻ. 3 മിനിറ്റ് മാക്സിമം കേട്ടോ. ശ്രദ്ധിച്ചാലോചിച്ച് ചെയ്യാൻ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, അതിനുള്ള വഴി എന്താണ്? ശ്രദ്ധിച്ച് ആലോചിച്ച് ചെയ്യണം. കുറച്ച് ട്രിക്കിയാണ് കാര്യങ്ങൾ, തൊട്ട് മുന്നത്തെ പോലെ അല്ല. നല്ലപോലെ അനലൈസ് ചെയ്യുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആട്ടോ. 1 മിനിറ്റ് കൂടി.
നിർബന്ധമായും ട്രൈ ചെയ്യണം കേട്ടോ. കറക്റ്റ് ആണോ അല്ലോ എന്നുള്ളത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട, സംഗതി ട്രൈ ചെയ്യും. ഓക്കെ റൈറ്റ്. ഇപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട ആളുടെ പേരൊന്ന് പറഞ്ഞാൽ അതിനെ ആദ്യം കേൾക്കട്ടെ. നമുക്ക് കണ്ടുപിടിക്കേണ്ട ആളുടെ പേര് BC എന്നാണ്. ശരി, അവനെ കിട്ടണമെങ്കിൽ നമ്മൾ ഏത് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യണം? ട്രയാങ്കിൾ ABC എടുക്കണം. ABC ഏതെങ്കിലും സൈഡ് നമുക്ക് അറിയാവോ? ഇല്ല. അറിയത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ട വരും? എങ്ങനെ നമുക്ക് അതിലേക്ക് എത്തിക്കാൻ പറ്റും? മ്യൂട്ടാണ് നാദിയ, എനിക്ക് കേൾക്കുന്നില്ല. എങ്ങനെ നമുക്ക് അതിലേക്ക് എത്തിക്കാൻ പറ്റും? എന്താ നമുക്ക് അതിനുള്ള ഒരു മാർഗം ഒന്ന് പറഞ്ഞ് കേൾക്കട്ടെ. അതിനെ എനി ഓപ്ഷൻ? കിട്ടിയില്ല. എന്താ നമുക്ക് അതിനുള്ള ഓപ്ഷൻ ഒന്ന് പറയാവോ അഭിഷേക് ആർ? ട്രയാങ്കിൾ ABD നമ്മൾ കൺസിഡർ ചെയ്തു. സപ്പോസ് ABD എടുക്കുമ്പോൾ ABD സൈഡ് നമുക്ക് അറിയാവുന്നേ ABDയുടെ സൈഡ് അല്ലല്ലോ CD. എബിയുടെ സൈഡ് ABയും BDയും AD അല്ലേ അഭിഷേക്? അവിടെയാണ് ഇതിന്റെ കളി കിടക്കുന്നത് കേട്ടോ. എന്താ പറയുക പിള്ളേരെ, ഇതിനു മുമ്പ് നമ്മൾ ചെയ്ത ഏത് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നോക്കിയാലും അറിയാൻ പറ്റും. അതിലെല്ലാം ചിലപ്പോൾ ഒരു റൈറ്റ് ട്രയാങ്കിൾ ആയിരിക്കും, ചിലപ്പോൾ 2 റൈറ്റ് ട്രയാങ്കിൾസ് ഉണ്ടാവാം. എനിവേ, ഏതെങ്കിലും ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ സൈഡ് നമുക്ക് തന്നിട്ടുണ്ടാവും. ലാസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കി. ലാസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് നമുക്ക് ഹൈറ്റ് ഓഫ് ദ ടവർ കിട്ടൂല. പക്ഷേ ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിന്റെ, ഈ കാണുന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ സൈഡ് 20 മീറ്റർ എന്ന് കൃത്യമായി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ 20 ഉപയോഗിച്ച് നേരെ ഇവനെ കണക്ട് ചെയ്തു, അവിടുന്ന് വലിയ റൈറ്റ് ട്രയാങ്കിൾ എടുത്തു, കണക്ട് ചെയ്ത് നമ്മൾ ആൻസറിലേക്ക് എത്തി. ഓക്കെ, പക്ഷേ ഇൻ സർട്ടൻ ക്വസ്റ്റ്യൻസ് നമുക്ക് 2 റൈറ്റ് ട്രയാങ്കിൾസിന്റെയും സൈഡ്സ് തന്നിട്ടുണ്ടാവില്ല. അതിന്റെ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ക്വസ്റ്റ്യൻ. നമുക്കൊരു ചെറിയ റൈറ്റ് ട്രയാങ്കിൾ ഉണ്ട്, ഒരു വലിയ റൈറ്റ് ട്രയാങ്കിൾ ഉണ്ട്. ബട്ട് ദ സൈഡ്സ് ഓഫ് എനി ഓഫ് ദീസ് 2 റൈറ്റ് ട്രയാങ്കിൾസ് ഈസ് നോട്ട് ഹിയർ. 2 പേരുടെ സൈഡ് നമുക്ക് തന്നിട്ടില്ല. ഓക്കെ, ഏതെങ്കിലും ഒരു റൈറ്റ് ട്രയാങ്കിളിൽ ഏതെങ്കിലും ഒരു സൈഡ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് വെച്ച് ബാക്കിയൊക്കെ ടാനോ സൈനോ കോസോ എന്തെങ്കിലുമൊക്കെ എടുത്ത് കണക്ട് ചെയ്യായിരുന്നു. ബട്ട് ഇവിടെ 2 റൈറ്റ് ട്രയാങ്കിൾസിന്റെയും സൈഡ് നമുക്കില്ല. നമ്മൾ പെട്ട് നിൽക്കുകയാണ്. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഏത് റൈറ്റ് ട്രയാങ്കിളാണ് നമുക്ക് ബെറ്റർ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡേറ്റാസ് ഉള്ളത് അവരെ വെച്ച് നമ്മൾ സോൾവ് ചെയ്യാൻ നോക്കും. ഇവിടെ നമ്മൾ പ്രൊസീഡ് ചെയ്യുന്ന മെത്തേഡ്, തൽക്കാലം നമ്മൾ ഈ BC എന്ന് പറയുന്ന ആളെ X എന്ന് ചൂസ് ചെയ്യുന്നു. BC X എന്ന് എടുക്കുന്നു, ഇവൻ X. അപ്പൊ നമുക്ക് ട്രയാങ്കിൾ ABC tan 45 എടുത്ത് കഴിയുമ്പോൾ BC by AB എന്ന് വരും. 45 1 ആണ്. 1 ഈസ് ഈക്വൽ ടു X by AB എന്ന് വരും. ക്രോസ് ചെയ്യുമ്പോൾ AB ഈക്വൽ ടു X എന്ന് കിട്ടും. അപ്പൊ ABയും X ആണ്. ഇനി നമ്മൾ നേരെ വലിയ ട്രയാങ്കിളിലേക്ക് പോകും. ഇൻ ട്രയാങ്കിൾ ABD അവിടെ നമ്മൾ tan 60 എടുക്കും, റേഷ്യോ എഴുതും, കാര്യങ്ങൾ അപ്ലൈ ചെയ്യും, എക്സിന്റെ വാല്യൂ കണ്ടെത്തും. ചെയ്ത് നോക്കിയ വേഗം. ഏത് കേസാന്ന് പ്രത്യേകം മനസ്സിലാക്കണം കേട്ടോ. 2 റൈറ്റ് ട്രയാങ്കിളിന്റെയും സൈഡ്സ് നമ്മളുടെ കയ്യിലില്ല. ഇതാവട്ടെ. സോൾവ് ചെയ്യുക, എക്സ് കണ്ടുപിടിക്കുക, ഫൈനൽ ആൻസർ എടുത്തെഴുതുക.
ഇനി 2 മിനിറ്റോടെ മാക്സിമം കേട്ടോ, അത് കൂടുതൽ എടുക്കരുതേ. അടുത്ത ക്വസ്റ്റിനിലേക്ക് മൂവ് ചെയ്യണേ. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകട്ടോ, ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. tan 60 അപ്ലൈ ചെയ്തപ്പോൾ എന്താ വന്നതെന്ന് ആദ്യം ഒന്ന് പറയാം കേക്കട്ടെ സഫൽക്കറെ. tan 60 ഈക്വൽ ടു സഫൽക്കർ. tan 60 എടുത്തപ്പോൾ എന്താ വന്നത് ഈ ട്രയാങ്കിൾ എ ബി ഡിയിൽ? സൈൻ എടുത്ത് എത്തില്ലോടാ, കാരണം ഹൈപ്പോട്ടന്യൂസ് നമുക്ക് ആവശ്യമില്ലല്ലോ. നമുക്ക് അറിയാവുന്ന ഓപ്പോസിറ്റ് ബൈ ഈ ഹൈപ്പോട്ടന്യൂസിലേക്ക് പോകുമ്പോഴേ എ ഡി എന്നുള്ള ഹൈപ്പോട്ടന്യൂസ് നമുക്ക് അറിയില്ലല്ലോ. ഇപ്പൊ ഈ അഡ്ജസന്റിൽ നമുക്കൊരു എക്സ് എന്നുള്ള ആളെങ്കിലും ഉണ്ട്, മറ്റൊടത്ത് അങ്ങനെ ഒന്നുമില്ലല്ലോ. tan 60 5 പറഞ്ഞ 5 സ്പിരിറ്റ് tan 60 എന്ത് വരും? BD by AB. BD divided by AB എന്ന് വരും. √3 is equal to BDക്ക് പകരം എന്ത് കൊടുക്കണം ഫൈസേ? X plus 1.6. X plus 1.6, വെരി ഗുഡ്. ഡിവൈഡഡ് ബൈ AB എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. ഇപ്പൊ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x√3 ഈക്വൽ ടു x plus 1.6 എന്ന് വരും. എക്സിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ x√3 മൈനസ് എക്സ് ഈക്വൽ ടു 1.6. എക്സ് കോമൺ എടുത്താൽ x into √3 minus 1 equal to 1.6. Therefore, x is equal to 1.6 divided by √3 minus 1. Okay, last conclusion. Therefore, height of the pedestal. Therefore, height of the pedestal is 1.6 divided by √3 minus 1 meter. നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഡൗട്ടിനെ ചോദിക്കാട്ടോ. ക്ലിയർ ആണെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 9 മൂവ് ചെയ്യാം. ഞാനൊക്കെ ശ്രദ്ധിച്ച് ഫിഗർ വരയ്ക്കണേ. സോൾവ് ചെയ്യാൻ എളുപ്പമാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. ഫിഗർ ശ്രദ്ധിച്ച് വരയ്ക്കണം എന്നുള്ളൂ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇഷ പറഞ്ഞോ. സാർ ഇതിന് സിംപ്ലിഫൈ ചെയ്യണ്ടേ? വേണമെങ്കിൽ നമുക്ക് √3 മൈനസ് 1 എന്നുള്ള ഡിനോമിനേറ്ററിനെ റാഷണലൈസ് ചെയ്യാം. റാഷണലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 0.8 into √3 plus 1 ഫൈനൽ ആൻസർ കിട്ടും. ക്വസ്റ്റ്യൻ നമ്പർ 9. സ്പീഡ് ആവട്ടെ. സമയം പോയിക്കൊണ്ടിരിക്കുന്നു. വേഗം വേഗം വേഗം. ഇനി 8ന്റെ പുറകെ നിൽക്കരുതേ. ക്വസ്റ്റ്യന്റെ മീനിങ് മനസ്സിലാക്കാൻ യു ഹാവ് 1 more minute മാക്സിമം. തേർട്ടി സെക്കൻഡ്സ് മോർ. ഐഡിയ കിട്ടിയ ഒരു ഫിഗർ വരയ്ക്കുക ചെയ്യാട്ടോ.
Okay, right. Meaning on the word, what the question means. What so far? ഒരു ബിൽഡിംഗ് കൊണ്ട് ഒരു ടവറും ഉണ്ട്. ടവറിന്റെ താഴേന്ന് ബിൽഡിങ്ങിലേക്ക് നോക്കുമ്പോ അതിന്റെ ആംഗിള് 13 ഡിഗ്രിയും ബിൽഡിങ്ങിന്റെ താഴേന്ന് ടവറിലേക്ക് നോക്കുമ്പോ അതിന്റെ ആംഗിള് 60 ഡിഗ്രിയാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഹൈറ്റ് ഓഫ് ദ ടവർ 50 മീറ്റർ ആന്ന് പറഞ്ഞിട്ടുണ്ട്. ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് കണ്ടുപിടിക്കും. ഇതാണ് ക്വസ്റ്റ്യൻ. ഫിഗർ വരയ്ക്കാൻ നിങ്ങൾക്ക് 1 മിനിറ്റോടെ മാക്സിമം തരും. വേഗം ഫിഗർ വരയ്ക്കാൻ 1 more minute മാക്സിമം. $30 seconds more to draw the figure. ഓക്കെ, ഫിഗർ കാണിച്ചു തരുവാൻ നോക്കട്ടെ. അത് നമ്മൾ ടവറും ബിൽഡിങ്ങും ആരാന്ന് കൃത്യം സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയൊക്കെ നോട്ട് ചെയ്യുമ്പോൾ എളുപ്പമുണ്ടാവും. ബെറ്റർ നമ്മൾ വരയ്ക്കുമ്പോൾ 2 പേരും 2 ഹൈറ്റിൽ വരച്ചാൽ നല്ലതാണ്. വേറൊന്നും കൊണ്ടല്ല, ഒരേപോലെ വരയ്ക്കുമ്പോഴേ നമുക്കൊരു റെക്ടാങ്കിൾ പോലെ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഈക്വൽ എന്നൊക്കെ പറയാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അതുകൊണ്ടാണ് സെറ്റായിട്ടല്ല കേട്ടോ, പക്ഷെ ബെറ്റർ 2 ഹൈറ്റിൽ വരയ്ക്കുകയാണ്. ഷഹസാദി ഫിഗർ എവിടെ? വരച്ചാത്രയും കാണിക്കാം, നോക്കട്ടെ. ലെറ്റ് മീ ചെക്ക്. വരച്ചാത്രയും കാണിക്കാം. യാസീന്റെ ഫിഗറിൽ പ്രശ്നമുണ്ട്. യാസീൻ, എടാ ടവറിന്റെ താഴെ നിന്നല്ല ബിൽഡിങ്ങിലേക്ക് നോക്കുന്നത്, മേളിൽ നിന്നാണോടാ? ഷഹസാദി നോട്ട്ബുക്ക് നോക്കട്ടോ, വരച്ചാത്രയും മതി. സ്പീഡാവട്ടെ നമുക്ക്. ഓക്കെ, ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ഒരു ടവറും അതുപോലെ ഒരു ബിൽഡിങ്ങും ആണ് നമുക്കുള്ളത്. നമ്മൾ ആദ്യം തന്നെ അതൊന്ന് മെൻഷൻ ചെയ്താൽ ബാക്കി നമുക്ക് വരയ്ക്കുമ്പോൾ എളുപ്പമുണ്ടാവും. സോ ഗ്രൗണ്ടിൽ നമുക്കൊരു ടവറും ഒരു ബിൽഡിങ്ങും. ഒരു ടവറുണ്ട്, അതുപോലെ ബിൽഡിങ്ങും ഉണ്ട്. ഇതിൽ ആർക്കാ പൊക്കം കൂടുതൽ ആർക്കാ കുറവെന്നൊക്കെയുള്ള അവിടെ നിൽക്കട്ടെ. അത് നമുക്ക് പ്രശ്നമില്ല. തൽക്കാലം നമ്മൾ എന്ത് ചെയ്യുന്നു, 2 പേരും നോട്ട് ചെയ്യുന്നു മാത്രം. അപ്പൊ ഒന്ന് എഴുതിയാന്നല്ല ഇപ്പം ഇതിന്, കാരണം അടുത്ത ആംഗിൾ ഒക്കെ നോട്ട് ചെയ്യുമ്പോഴേ ഇതിൽ ആരാ ടവർ ആരാ ബിൽഡിംഗ് എഴുതി നല്ലതാണ്. ലെറ്റ് ഒരു AB-നെ ടവർ ആയിട്ട് എടുക്കുന്നു കേട്ടോ. AB-ന്റെ ടവർ, CD ആണ് ബിൽഡിംഗ്. ഇപ്പൊ ക്വസ്റ്റ്യനിൽ ഓൾറെഡി പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഹൈറ്റ് ഓഫ് ദ ടവർ 50 മീറ്റർ ആണ്. ഇനി ഫ്രം ദ ഫൂട്ട് ഓഫ് ദ ടവർ ആംഗിൾ ഓഫ് എലവേഷൻ ടു ടോപ്പ് ഓഫ് ദ ബിൽഡിംഗ് ഈസ് 30 ഡിഗ്രി. ടവറിൽ നിന്നും ബിൽഡിങ്ങിലേക്ക് ഈ ആംഗിളൊക്കെ മാറിപ്പോയാൽ മൊത്തം തെറ്റൂട്ടോ. ഇത് 30 ഡിഗ്രിയാണ് അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ ഇവിടെ 60 ഡിഗ്രിയാണ്. ഫൂട്ട് ഓഫ് ദ ബിൽഡിങ്ങിൽ നിന്നും ടോപ്പ് ഓഫ് ദ ടവറിലേക്ക് 60 ഡിഗ്രിയാണ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോൾവ് ചെയ്യാൻ യു ഹാവ് 3 minutes maximum. ആലോചിച്ച് നോക്കുക, എന്താണ് കണ്ടെത്തേണ്ടത്, അതിനെന്താണ് മാർഗം?
സ്പീഡ് ആവട്ടെ. ഇതിൽ നമുക്ക് ആരെയെ കണ്ടുപിടിക്കേണ്ടതെന്ന് പറയാൻ സമയം കണ്ടുപിടിക്കുന്ന ഹൈറ്റ് ഓഫ് ദി ബിൽഡിംഗ് ആണത് CD ആണ്. എന്താണുള്ള വഴി? ആദ്യം നമ്മൾ ട്രയാങ്കിൾ BAC കൺസിഡർ ചെയ്യണം. എന്നിട്ട് സൈഡ്സിന്റെ റേഷ്യോ അല്ല മറ്റേ എന്നിട്ട് ആരെ കണ്ടുപിടിക്കും? എന്നിട്ട് AC നെ കണ്ടുപിടിക്കും, കോമൺ ഗ്രൗണ്ട്. എന്നിട്ട് നമ്മള് ട്രയാങ്കിൾ DC കൺസിഡർ ചെയ്യണം. എന്നിട്ട് അവിടുന്ന് ആരെ കണ്ടുപിടിക്കും? അവിടുന്ന് നമുക്ക് DC നെ കിട്ടും. തീർച്ചയായിട്ടും നമുക്ക് വേണ്ടത് ഇയാളെയാണ്. ഇവനെ കണ്ടുപിടിക്കണം. ചിന്തിക്കുന്ന മെത്തേഡാട്ടോ, ചിന്തിക്കുന്ന മെത്തേഡ്. ഇവനെ കണ്ടെത്തണം. ഇവനെ കണ്ടെത്താൻ നമ്മളെ സഹായിക്കുന്ന ട്രയാങ്കിൾ ആണ് ട്രയാങ്കിൾ ADC. പക്ഷെ ADC എന്ന ട്രയാങ്കിളിലെ ബാക്കി രണ്ട് സൈഡിൽ ആരെയും നമുക്കറിയില്ല. അപ്പൊ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഇപ്പറ വേറൊരു ട്രയാങ്കിൾ കിടപ്പുണ്ട്. ആ ട്രയാങ്കിളിന്റെ ഒരു സൈഡ് നമുക്കറിയാം. സോ ആ സൈഡ് വെച്ചിട്ട് നമ്മൾ ഇവനെ കണ്ടെത്തുന്നു. ഇവനെ കിട്ടിയാൽ ഇത് വെച്ചിട്ട് നമുക്ക് ഇങ്ങോട്ട് കണക്ട് ചെയ്യാം. ദിസ് ഈസ് ദ വേ ഓഫ് തിങ്കിങ്. ഇതാണ് ചിന്തിക്കേണ്ട മെത്തേഡ്. നമ്മുടെ കയ്യിൽ ഫിഗർ ഉണ്ട്, ഇന്ന ആളെ എനിക്ക് വേണം, അതിന് ഇന്ന ട്രയാങ്കിൾ ആരെയും അറിയില്ല. സോ ഇപ്പറ വേറൊരുത്തൻ, അവന് ഇങ്ങനെ എത്താം. ഇത്തരം ഒരു കണക്ഷൻ നമുക്ക് കിട്ടണം. ഇല്ലെങ്കിൽ ഓരോ ക്വസ്റ്റിനും പുതിയത്, ഇതെന്താ സാധനം, അതെന്താ സാധനം, ഇതെങ്ങനെയാ ചെയ്ത്, അതെങ്ങനെയാ ചെയ്ത്, 16 ക്വസ്റ്റിനും 16 എണ്ണമായിട്ട് ഫീൽ ചെയ്യും. ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. ഇങ്ങനെ നമുക്ക് ഓരോ ക്വസ്റ്റിനും എല്ലാം 16 എണ്ണത്തിലും ചെയ്യുന്നത് ഒരേ പാറ്റേൺ ആണ്. ഈ 60യോ 30യോ 45 വെച്ചിട്ട് ആനോ സൈനോ കോസോ ഇത്രേ ഉള്ളൂ സാധനം. പക്ഷെ അതിനെ കണക്ട് ചെയ്യാൻ പറ്റണം. നമ്മുടെയൊക്കെ വേഗം and 60 is equal to opposite by adjacent. AC നമുക്ക് 50/√3 എന്നായിരിക്കും കിട്ടുക. ആണോ കിട്ടി? 50/√3 ആണ് AC വന്നേ. തൽക്കാലം സിംപ്ലിഫൈ ചെയ്യാൻ പോകണ്ട കേട്ടോ, കാരണം നമുക്ക് ഫൈനൽ ആൻസർ അല്ലല്ലോ. ഫൈനലിലേക്ക് വരുമ്പോൾ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫിക്കേഷനിൽ ശ്രദ്ധിക്കണം, തെറ്റുകൾ വരും. ഇവിടെ നമ്മളൊന്ന് റെസിപ്രോക്കൽ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ നടത്തേണ്ട വരും. ക്രോസ് ചെയ്യുക, സിയുടെ വാല്യൂ കണ്ടുപിടിക്കുക. അത് അവിടെ ഒരു മിനിറ്റ് അവിടെ കംപ്ലീറ്റ് ആക്കി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകണം കേട്ടോ.
വേഗം ആവട്ടെ, 30 seconds more. ഒന്ന് പറയാം ഫൈനൽ എത്ര വന്നെന്ന് ആദ്യം ആക്കിയേക്കട്ടെ. കഴിഞ്ഞില്ല. വേഗാവട്ടെ ആദ്യം, ഈ ടൈമൊക്കെ ധാരാളമാണ്. സ്വയമല്ലേ 5 കിട്ടിയോടാ? എത്രയാ? 50/3 അബ്സല്യൂട്ട്ലി. റോ ചെയ്യുമ്പോൾ 1 × 50 50 ആണ്. CD × √3 ഓൾറെഡി ഉണ്ട്. ഇവിടുന്ന് ഒരു √3 കൂടെ അങ്ങോട്ട് ചെല്ലും. 50 = CD × √3 3 ആണ്. 50/3 = CD. ഡിവൈഡ് ചെയ്യാനൊന്നും പോകണ്ട, ദാറ്റ്സ് ഇനഫ്. Therefore height of the building is 50/3 meter എന്ന് എഴുതി കൺക്ലൂഡ് ചെയ്യാം. And move to question number 10. കൺക്ലൂഷൻ എഴുതാൻ വിട്ടു പോകരുതേ. Question വായിക്കാൻ you have 2 more minutes maximum. 10th question. ഓക്കെ, മീനിങ് പറയാം വേഗം അഭിഷേക് ബിജു. സാറേ, ഒരു റോഡ് 80 മീറ്റർ ഉള്ള ബേസ് റോഡ്. ശരി. 2 പോൾസ് 2 അറ്റത്തായിട്ട് നിൽക്കുക. അപ്പൊ റോഡിന്റെ ഒരു നടുക്കുന്ന ഒരു പോയിന്റ് വെച്ചാൽ ഒരു പോളിലേക്ക് 60 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷനും മറ്റേ 30 ഡിഗ്രിയും കിട്ടും. ആ പോയിന്റ് ഒരു നടുക്കാണ് റോഡിന്റെ? നടുക്കല്ല, ഇൻ ബിറ്റ്വീനിൽ. ഓക്കെ, ഇനി എന്താ കണ്ടുപിടിക്കണ്ടേ? ഹൈറ്റ് ഓഫ് ദ പോള്. ഫൈൻ. പെട്ടെന്ന് ഫിഗർ കുറച്ച് ഒരു കാര്യം കൊണ്ടുള്ള ഹൈറ്റ് ഓഫ് ദ പോൾ കൂടാതെ ഹൈറ്റ് ഓഫ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് ഫ്രം ദ പോൾസ്. ശരി. വേഗം വരച്ച ഫിഗർ. ശ്രദ്ധിച്ച് വേഗം വരച്ചു. Thirty seconds more to draw the figure. Okay, then show me the figure first. കൃത്യമാണ്, സിമ്പിൾ ഫിഗർ ആണ്. അതിനാനെ ഫിഗറിൽ പ്രശ്നം വരുമല്ലോടാ.
ഒന്നുകൂടെ ചിന്തിച്ച് നോക്കിയാൽ കറക്റ്റ് ആണോ എന്ന്. രണ്ട് പോൾസിലേക്ക് നോക്കുന്ന എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഒന്നുകൂടെ ചിന്തിച്ചേ. അതിനാൽ അഭിഷേക് ആർ സെയിം ഇഷ്യൂ, അതിന് എൻ്റെ അതേ പ്രശ്നം ഉണ്ടായിരുന്നു. അഭിഷേക് ആർ ഒന്ന് റീചെക്ക് ചെയ്തേ. ശിവാനി 2 വരച്ചേക്കുന്നതും പ്രശ്നമാണ്, അതിലും പ്രശ്നമാണ്. ഓക്കെ, അതിന് തന്നെ നമ്മൾ ഈ രണ്ട് പോൾസിലേക്ക് എവിടുന്ന നോക്കുന്നത്? രണ്ട് പോൾസിലേക്കും നോക്കുന്നത് എവിടുന്നാ? റോഡിന്റെ റോഡിന്റെ ഇടയ്ക്കുള്ള ഏതോ ഒരു പോയിന്റ് എന്നാണ്. ഇപ്പൊ നീ വരച്ചേക്കുന്നതില് ഈ രണ്ട് പോൾസിലേക്ക് നോക്കുന്നത് അങ്ങനെയാണോ? അല്ല, ഫൂട്ടിന്നല്ല വരച്ചേക്കുന്നേ. അഭിഷേക് ആർ അങ്ങനെയല്ലേ അഭിഷേക് വന്നേക്കുന്ന ഫിഗർ? അതാണ് പ്രശ്നം. ഈ രണ്ട് പോൾസിലേക്ക് നമ്മൾ നോക്കുന്നത് ഫ്രം എ പോയിന്റ് ഓൺ ദ ഗ്രൗണ്ട് ആണ്. ഗ്രൗണ്ടിലുള്ള ഒരു പോയിന്റ്, അവിടെ നമ്മൾ ഇതിനകത്തേക്ക് നോക്കുക. അപ്പോൾ ഗ്രൗണ്ടിൽ എവിടെയോ ഒരു പോയിന്റ് ഉണ്ട് സംഭവം, നമുക്കറിയില്ല എവിടെയാന്ന്. ഈ പോയിന്റിൽ നിന്നും രണ്ട് പോൾസിലേക്ക് നമ്മൾ ഇങ്ങനെ നോക്കുന്നു, ലൈക്ക് ദിസ്. ഇവിടുന്ന് നോക്കി ഇതുപോലെ തന്നെ ഇപ്പുറത്തെ പോയിന്റിൽ നിന്ന് നോക്കുന്നു. ഇതിന്റെ ആംഗിൾസ് ആണ് റെസ്പെക്റ്റീവ്ലി 30 and 60 ഒക്കെ തന്നിട്ടുള്ളത്. ഒരെണ്ണം 60 ഡിഗ്രി, ഒരെണ്ണം 30 ഡിഗ്രി. AB one of the pole, CD one of the pole, let this point is E. ക്വസ്റ്റ്യനിലുള്ള ഏത് ഡേറ്റ നമ്മൾ ഇനി ഫിഗറിൽ നോട്ട് ചെയ്യാൻ ബാക്കിയുള്ള സുഹാന? BC 80 മീറ്റർ. 80 മീറ്റർ ശ്രദ്ധിക്കണം കേട്ടോ. ലെങ്ത് എന്ന് പറഞ്ഞ് കംപ്ലീറ്റ് ആണ്, മൊത്തത്തിലാണ് നമുക്ക് 80 മീറ്റർ തന്നിട്ടുള്ളത്. ഇതാണ് നമുക്കുള്ള ഡേറ്റ. വെച്ചിട്ട് നമുക്ക് ബാക്കി ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്താം. ഇതിന് മുന്നേ ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞ കാര്യമൊക്കെ ഇവിടെ നമുക്ക് ഉപകാരപ്പെടും. Solve and you have maximum 3 minutes. അവിടെ 2 more minutes. സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ തുടങ്ങുമ്പോൾ ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഫാത്തിമ ഷദ? while we try to solve it. സർ ബിഇനെ എക്സ് ആയിട്ട് എടുത്താൽ നമുക്ക് സോൾവ് അവിടെയാണ് സംഗതി വരിക. കാരണം ഇവിടെയും നമ്മൾ ഇതിന് മുന്നേ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അതേ സംഗതി നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. ഈവൻ ദോ വി ഹാവ് 2 right angle triangles, we don't know the sides of any one. അല്ലേ? രണ്ട് റൈറ്റ് ട്രയാങ്കിൾസ് ഉണ്ട് നമുക്ക്. ഒരാളുടെ പേര് BEE എന്നാണ്, മറ്റൊരാളുടെ പേര് CDE എന്നാണ്. ഈ രണ്ട് പേരിലും ഒരു സൈഡും നമുക്കറിയില്ല. ഏതെങ്കിലും ഒരുത്തിന് അറിയാമെങ്കിൽ അത് വെച്ച് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് മാറ്റിയോ സൈനോ കോസോ ഒക്കെ എടുത്ത് നമുക്ക് എത്തിക്കാം. ബട്ട് വി ഡോണ്ട് നോ എനി ഓഫ് ദ സൈഡ്സ്. അത് ഇവിടെയും നമ്മൾ എന്ത് ചെയ്യേണ്ട വരും? ഇതിനു മുമ്പ് ചെയ്ത പോലെ ഏതെങ്കിലും ഒരു ട്രയാങ്കിൾ ഒരു സൈഡിലേക്ക് എക്സ് എന്നൊക്കെ എടുത്ത് തുടങ്ങേണ്ടത്. തൽക്കാലം ലെറ്റ് BE = x നമ്മൾ എടുക്കുകയാണ്. ഈ BE = x എടുത്താലേ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് വേറൊരാളെ കണക്ട് ചെയ്യാലോ. ഇല്ല, BE നമ്മൾ x എടുത്താൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് വേറൊരുത്തരെ കണക്ട് ചെയ്യാൻ പറ്റിയതുണ്ടല്ലോ. ആരെയാ അത് ഫായിസേ? ഈസിയാണ്. ECയെ നമുക്ക് കണക്ട് ചെയ്യാം. EC എന്ത് വരൂടാ? x - 80 തിരിയും. x - 80 ആണോ? 80 - x. ഇത് നമ്മൾ x എന്നെടുത്തു, ഇത് 80 - x ആയി. നിസ്സാര പരിപാടി ഉള്ളൂ കേട്ടോ. രണ്ട് ട്രയാങ്കിൾസ് നിങ്ങൾ എടുക്കുക, റൈറ്റ് ട്രയാങ്കിൾസ് രണ്ടെണ്ണം എടുക്കുക. ഒരു ട്രയാങ്കിളിൽ നിന്ന് AB കണ്ടുപിടിക്കുക, ഒരെണ്ണത്തിൽ CD കണ്ടുപിടിക്കുക.
ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എ ബിയും സി ഡിയും സെയിം ആണ്, ഹൈറ്റ് ഓഫ് ദ പോൾസ് ആർ ഈക്വൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു ഈക്വൽ കൊടുക്കാം, സോൾവ് ചെയ്യാം. ഇവിടെ അവിടെ ട്രയാങ്കിൾ എ ബി ഇ, ഒന്നാമത്തെ ട്രയാങ്കിൾ നമ്മൾ എടുക്കുന്നു. tan 60 equal opposite by adjacent. ഇക്വേഷൻ നമ്പർ 1 എന്നൊക്കെ കൊടുത്താൽ നല്ലതാണ്, പിന്നീട് എളുപ്പമുണ്ടാവും. രണ്ടാമത്തെ ട്രയാങ്കിൾ എടുക്കുന്നു, സി ഡി. നമുക്ക് tan 30. One by root 3 equal CD by 80 minus x. So now 80 minus x divided by root 3 equal to CD. Question number 2. ഈ 1 and 2 ൽ നിന്ന് നമുക്ക് എ ബി ഈക്വൽ ടു സി ഡി ആണ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഫ്രം 1 and 2 we can write x root 3 is equal to 80 minus x divided by root 3. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, പുറത്തേക്ക് മാറ്റുക, ആൻസർ കണ്ടെത്തുക. അവിടെ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞ കൺക്ലൂഷൻ എടുത്ത് കേട്ടോ, എന്നിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 11ലേക്ക് ചാടുക. എക്സിന്റെ വാല്യൂ കിട്ടിയോ? പിന്നെ മെഹറിൻ എക്സിന്റെ വാല്യൂ എത്രയാ? കേട്ടില്ല. 60 ആണോ? എക്സ് ഞാൻ ബോർഡിൽ എടുത്തേക്കും പോലെയാണ് എടുത്തതെങ്കിൽ 60 വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആയിഷ എത്ര കിട്ടി? 20 എന്ന് കിട്ടും. നമ്മൾ ബോർഡിൽ എടുത്തിരിക്കുന്ന മെത്തേഡിലാണെങ്കിൽ 20 കിട്ടും. തിരിച്ചെടുത്തെങ്കിൽ 60 വരും. നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ അത് നമുക്ക് ക്രോസ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം എക്സ് ടേംസിനെയൊക്കെ ഒരു സൈഡിലേക്ക് അടുപ്പിക്കുക, എന്നിട്ട് വാല്യൂ കണ്ടുപിടിക്കുക. സോ വി ഗെറ്റ് ഇങ്ങനെ വരും. ആദ്യം നമുക്ക് ക്രോസ് ചെയ്യുന്നു. അപ്പോൾ എക്സ് റൂട്ട് 3 ഇൻറ്റു റൂട്ട് 3 ഈക്വൽ ടു 80 മൈനസ് എക്സ്. 3x ഈക്വൽ 80 മൈനസ് എക്സ്. മൈനസ് എക്സിനെ പുറത്തേക്ക് കൊണ്ടുമ്പോൾ പ്ലസ് എക്സ് ആയി ഈക്വൽ ടു 8. 4x ഈക്വൽ ടു 8. x ഈക്വൽ ടു 80 ഡിവൈഡഡ് ബൈ 4 20. എക്സ് കിട്ടിയാൽ എന്തൊക്കെയാ നമുക്ക് ലാസ്റ്റ് എടുത്തു എഴുതേണ്ടതെന്ന് പറഞ്ഞ് what all things we have to write, Aravinde? Sir, height of the pole. എത്ര height of the pole വരിക?
അരവിന്ദ്. കേൾക്കുന്നുള്ള ഹൈറ്റ് ഓഫ് ദ പോൾ എന്ത് വരും? അരവിന്ദ്, നിന്റെ വോയിസ് എനിക്ക് കിട്ടുന്നില്ല, മ്യൂട്ടാണ്. ഹൈറ്റ് ഓഫ് ദ പോൾ എത്രയാണ്? എത്ര സഫോനെ ഹൈറ്റ് ഓഫ് ദ പോൾ? സാർ 16/√3 ആണ്. ഇതില് നമുക്ക് എളുപ്പവഴി, അതായത് രണ്ട് രീതിയിൽ ആൻസർ ചെയ്യാം. നമ്മൾ നോക്കുമ്പോൾ ഹൈറ്റ് ഓഫ് ദ പോൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ എ ബിയും സി ഡിയും ഹൈറ്റ് ഓഫ് ദ പോൾ ആണ്. എ ബി പോളിന്റെ ഹൈറ്റ് ആണ്, സി ഡിയും പോളിന്റെ ഹൈറ്റ് ആണ്, അല്ലെ? ആ രണ്ട് പേരില് കമ്പാരിറ്റീവ്ലി നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റിയ നല്ല ഫോമിൽ കിടക്കുന്ന ആളാരാ സഫോനെ? അത് എ ബി ആണ്. അപ്പൊ എ ബി ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് എന്ത് എഴുതാം? x√3 എന്ന് പറയുമ്പോൾ എക്സിന്റെ വാല്യൂ 20 ആണ്, 20√3. ഇപ്പൊ നിങ്ങൾ മറ്റേ ചൂസ് തെറ്റൊന്നുമില്ല കേട്ടോ, മറ്റെടുക്കുമ്പോൾ ഇങ്ങനെ വരും 80 - x/√3. അത് 60/√3 ആണ്. ഇനി നമ്മൾ ഇതിനെ റാഷണലൈസ് ചെയ്യണം. റാഷണലൈസ് ചെയ്യുമ്പോൾ അഗൈൻ സെയിം ആൻസർ തന്നെ റിപ്പീറ്റ് ചെയ്യും. 60√3 ഡിവൈഡഡ് ബൈ 3. 63 കട്ട് ചെയ്യുമ്പോൾ 20√3. ഇതിന് എതിർത്താലും പ്രശ്നമൊന്നുമില്ല. ഡിസ്റ്റൻസോ? ഡിസ്റ്റൻസ് എങ്ങനെയാ വരിക? ഡിസ്റ്റൻസ് സാമിയ, ഡിസ്റ്റൻസ് എങ്ങനെയാ വരിക? BE 20, EC 16. ഒറ്റയായിട്ട് എഴുതിയാൽ മതി. 20 മീറ്റർ ആൻഡ് 60 മീറ്റർ കോമൺ ആയിട്ട് എഴുതിയാലും മതി കേട്ടോ. കാരണം എക്സിന്റെ വാല്യൂ 20 ആണ്, അപ്പൊ 80 - എക്സിന്റെ വാല്യൂ 60 ആയിരിക്കും. ഈ ഡിസ്റ്റൻസ് 60, അപ്പുറത്തെ ഡിസ്റ്റൻസ് 20 ആയിരിക്കും. അങ്ങനെ നമുക്ക് അതിനെയും കൺക്ലൂഡ് ചെയ്യാം. ഇവിടെ നമുക്ക് 20. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 11. ഇത് ക്വസ്റ്റ്യൻ വായിച്ച വേഗം. ഞാൻ ക്വസ്റ്റ്യനിൽ അഡ്വാൻറ്റേജ് ഉണ്ട്, ഫിഗർ നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അത്രയും പണി കുറവുണ്ട്. ഫിഗർ ഈസ് പ്രൊവൈഡഡ്. റൈറ്റ്, ക്വസ്റ്റ്യന്റെ മീനിങ് ഒന്ന് പറഞ്ഞു കേൾക്കട്ടെ. വാട്ട് ഇസ് ദ മീനിങ്? സുഹാന പറ. ഒരു കനാലിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ടവർ ഉണ്ട്. ശരി. ആംഗിൾ ഓഫ് എലിവേഷൻ ടോപ്പിൽ നിന്ന് 60 ഡിഗ്രി. വേറൊരു 20 മീറ്റർ പോയിന്റിൽ നിന്ന് ഫൂട്ട് ഓഫ് ദ ടവർ വരെ ആംഗിൾ ഓഫ് എലിവേഷൻ 30 ഡിഗ്രി. ടവർ ഫൂട്ട് ഓഫ് ദ ടവറിലേക്കാണോ ആംഗിൾ ഓഫ് എലിവേഷൻ? ഫൂട്ട് ഓഫ് ദ ടവറിലേക്കാണോ? From another point 20 meter away from this point on the line joining this point to foot of tower, angle of elevation of top of tower is 30 എന്നല്ലേ പറഞ്ഞേക്കുന്നത്? അപ്പൊ ഈ ആംഗിൾ ഓഫ് എലിവേഷൻ എങ്ങോട്ടാ?
സുഹാന, രണ്ടാമത്തെ 30 ഡിഗ്രി ടവറിന്റെ ഫൂട്ടിലേക്കാണോ ടവറിന്റെ ടോപ്പിലേക്കാണോ? ടോപ്പിലേക്ക്. ടോപ്പിലേക്ക് തന്നെയാണ്, ഒരു സംശയം വേണ്ട. ആംഗിൾ ഓഫ് എലിവേഷൻ ടോപ്പിലേക്ക് തന്നെയാണ്. ശരി, എന്താ കണ്ടുപിടിക്കണ്ടേ? ഹൈറ്റ് ഓഫ് ദ ടവറും വിഡ്ത്ത് ഓഫ് ദി കനാലും. ഓക്കെ, ഇപ്പൊ ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞതുപോലെ നമുക്ക് വളരെ കൃത്യമായ ഫിഗർ അവിടെ തന്നിട്ടുണ്ട്. എ ഫിഗർ ലൈക്ക് ദിസ്, നെയിം ഉൾപ്പെടെ ഉണ്ട്. എ ബി, ഹിയർ വി ഹാവ് ഡി, ആൻഡ് ഹിയർ വി ഹാവ് എ പോയിന്റ് സി. ഞാൻ പറഞ്ഞു തുടങ്ങിയിട്ട് ചെയ്താൽ മതി കേട്ടോ. സുരേൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ആ ഫിഗർ ഉള്ളത്. ഇതിൽ എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. വീണ്ടും ഇവിടെ 20 മീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ ഈ പോയിന്റ് സി ആണെന്ന് നമുക്കറിയാം. ഇവിടെ 60 ഡിഗ്രി ആണ്, ഇവിടെ 30 ഡിഗ്രി ആണ്. ഇത്രയൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. എൻ്റെ ക്വസ്റ്റ്യൻ ഇത്രേ ഉള്ളൂ. ഈ കാണുന്ന ഫിഗറിൽ ഈ കനാലിന്റെ വിഡ്ത്ത് ഡിനോട്ട് ചെയ്യുന്നത് ആരാ? ഈ ഫിഗറിൽ ശിവാനി, വിഡ്ത്ത് ഓഫ് ദ കനാൽ ഡിനോട്ട് ചെയ്യുന്ന ആരായിരിക്കും? വൺസ് അഗൈൻ, സി ഡി, ഇവനാണ്. അത് കൃത്യമായി മനസ്സിലാക്കണം കേട്ടോ. കാരണം ഒരു ഈ കനാൽ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലുള്ളത് പോലത്തെ ചെറിയ കനാലല്ല, ആയിരിക്കില്ല മേ ബി ഉദ്ദേശിക്കുന്നത്. കുറച്ചുകൂടെ നമ്മൾ മറ്റ് സ്റ്റേറ്റ്സിലേക്കൊക്കെ പോകുമ്പോൾ കുറച്ചുകൂടെ ജോഗ്രഫിക്കലി ലാർജർ സ്റ്റേറ്റ്, നല്ല ഭൂമിയുള്ള, കേരളം വളരെ ചെറിയ ലാൻഡ് തീരെ കുറവുള്ള ഒരു സ്റ്റേറ്റ് ആണ്. കുറച്ചുകൂടെ ഭൂമിയൊക്കെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് നമ്മൾ പോയി കഴിയുമ്പോൾ കനാൽ എന്ന് പറഞ്ഞാൽ നല്ല വീതിയാണ്. നമ്മൾ കാണുമ്പോഴത്തെ ചെറിയ ഒരു എന്താ പറയുക റെക്ടാങ്കുലർ ബ്ലോക്ക് പോലത്തെ കനാൽ ആയിരിക്കില്ല. ഓക്കെ, അതെന്തോ ആവട്ടെ. അപ്പോൾ ഒരു കനാലിന്റെ തീരത്ത്, കനാലിന്റെ ബാങ്കിൽ ഒരു ടവർ ഉണ്ട് എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഒരു ടി വി ടവർ. എന്നിട്ട് ഇപ്പുറത്തെ കരയിൽ, അപ്പൊ അപ്പുറത്തെ കരയിൽ ടി വി ടവർ നിൽക്കുന്നു, ഇപ്പുറത്തെ കരയിൽ നോക്കിയപ്പോൾ എലിവേഷൻ 60 ഡിഗ്രി. ആ നോക്കിയപ്പോൾ 20 മീറ്റർ പുറകോട്ട് ഇറങ്ങി നോക്കിയപ്പോൾ എലിവേഷൻ 30 ഡിഗ്രി. ഇതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ഐഡിയ. ഓക്കെ, ഒറ്റ ചോദ്യം കൂടെ. ഇങ്ങനെ ഒരു ട്രയാങ്കിൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സോൾവ് ചെയ്യാനുള്ള എളുപ്പവഴി എന്താ? എനിവൺ? സാമിയ പറയും. മ്യൂട്ടാണ്, അൺമ്യൂട്ട് ചെയ്യുക. ആദ്യം എ സി ബി കൺസിഡർ ചെയ്യണം, എന്നിട്ട് നമുക്ക് സി ബി 20 മൈനസ് എക്സ് എന്ന് എടുക്കാം. പിന്നെ നമുക്ക് വോളായിട്ട് കനാൽ എന്ന് പറയുമ്പോൾ എ ഡി ബി എടുക്കാം വോളായിട്ട്. എന്നിട്ട് റേഷ്യോസ് നോക്കിയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ശരി, അതിനേക്കാൾ ഈസി മെത്തേഡ് ഉണ്ടല്ലോ. മെത്തേഡ് കറക്റ്റ് ആണ്, പക്ഷെ അതിനേക്കാൾ പെട്ടെന്ന് കിട്ടാൻ പറ്റിയ വഴിയുണ്ട്. ഞാനത് മെൻഷൻ ചെയ്തിട്ടും ഉണ്ട്. ഇതുപോലത്തെ ഒരു ഈ സെയിം ഫിഗർ നമ്മളിപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഈ സെയിം ഫിഗർ എക്സാമ്പിൾ ആയിട്ടും ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. എനിവൺ? ആർക്കും കിട്ടിയില്ല? വിളിച്ചാ സർ നമുക്ക് ആംഗിൾ എ സി ഡി എന്ന് പറഞ്ഞ 120 ആയിട്ട് എടുക്കാം, ലീനിയർ പെയർ. പിന്നെ അപ്പം ആംഗിൾസ് ആൻഡ് പ്രോപ്പർട്ടി വെച്ചിട്ട് ആംഗിൾ ഡി എ സി എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രി. ഫൈൻ. സോ നമുക്ക് കണ്ടുപിടിക്കത്തില്ലേ? അപ്പോ അതുള്ള അഡ്വാൻറ്റേജ് എന്താ? ഐസോസെലസ് ട്രയാങ്കിൾ. ഐസോസെലസ് ട്രയാങ്കിൾ ADC ഈസ് ഐസോസെലസ് എന്ന് നമുക്ക് കിട്ടും. അപ്പൊ അവിടുന്ന് നമുക്ക് DC ഈക്വൽ ടു AC എന്ന് കിട്ടും. അപ്പൊ ഈ കാണുന്ന AC 20 മീറ്റർ നമുക്ക് ഡയറക്റ്റ് കിട്ടും. AC 20 മീറ്റർ കിട്ടിയാൽ നമുക്ക് ABC എന്ന റൈറ്റ് ട്രയാങ്കിളിലേക്ക് മൂവ് ചെയ്യാം. അവിടുന്ന് നമുക്ക് BCO എന്തൊക്കെയാണ് വേണ്ടത് കണ്ടുപിടിക്കാം. മറ്റേ നമ്മള് സമീപ മെത്തേഡ് കറക്റ്റ് ആണ്, പക്ഷെ എക്സ് ഒക്കെ എടുത്ത് വീണ്ടും കുറച്ച് സമയം കൂടുതൽ എടുക്കും. ഇതാകുമ്പോൾ അഡ്വാൻറ്റേജ് ഉണ്ട്. ലൈക്ക് ദാറ്റ് വി ക്യാൻ കംപ്ലീറ്റ്. സിമ്പിൾ ആണ്. നേരെ നമ്മൾ ചെറിയ ABC എന്നുള്ള ട്രയാങ്കിൾ എടുക്കും. ഹൈറ്റ് ഓഫ് ദ ടവർ കിട്ടാൻ AB കണ്ടുപിടിച്ചാൽ മതി, വിഡ്ത്ത് ഓഫ് ടവർ കിട്ടാൻ BC കണ്ടുപിടിച്ചാൽ മതി. നോട്ട് ചെയ്തോ? കാര്യങ്ങൾ നോട്ട് ചെയ്തോ എല്ലാവരും? ചേട്ടൻ്റെ മെത്തേഡ് നോട്ട് ചെയ്തോ everyone? ഓക്കെ, അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. അനദർ തിങ്, നമ്മൾ ഇന്നലെ ഒരു സംഗതിയൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞിരുന്നു അല്ലേ? വേഗം കൊടുത്തേക്കാൻ പറ്റേ എല്ലാവരും. വേഗം 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 വേഗം, 1 മിനിറ്റ് മാക്സിമം, പെട്ടെന്ന് എടുത്തേ. അഭിനവ A4 ഷീറ്റ് ഒട്ടിച്ചിട്ടില്ലല്ലോ. സഫോനെ പറഞ്ഞോ.
സാറേ എനിക്ക് പ്രൊട്രാക്ടർ കിട്ടിയില്ല ചെയ്യാൻ. എടാ വെറും നോർമൽ പ്രൊട്രാക്ടർ കയ്യിലില്ലേ ഇൻസ്ട്രുമെന്റ് ബോക്സിലെ? ഇല്ലാറാ, പൊട്ടിപ്പോയായിരുന്നു. ഇത്രയും വേഗം അറേഞ്ച് ചെയ്യണം കേട്ടോ. ഇജാസ് എന്നാ പ്രശ്നം? എനിക്കും പൊട്ടാറ്റിൽ അതുകൊണ്ട് ഉണ്ടാക്കില്ല. എടാ ഇത് എവിടെന്നാ വെച്ചാൽ സാധനം അറേഞ്ച് ചെയ്യണ്ടേ? ഇന്ന് രാവിലെ കൊണ്ട് ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞ് ഇപ്പൊ പറയാൻ പോകുന്ന അതിന്റെ ബാക്കി കണ്ടിന്യൂഷൻ ആണ്. എല്ലാവരും വീഡിയോയിൽ കാണിച്ച വേഗം വേഗം വേഗം. ഞാൻ ഒരു 3-4 മിനിറ്റോടെ കൂടുതൽ എടുക്കും കേട്ടോ, ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം. അതുകൊണ്ടാണ്. അതിനാലേ അത് കട്ട് ചെയ്തെടുത്തോടാ പ്രൊട്രാക്ടർ. എന്റെ പൊന്നു, റെക്ടാങ്കുലർ ഷീറ്റിൽ അങ്ങനെ തന്നെ കീപ്പ് ചെയ്യാനല്ലേ ഞാൻ പറഞ്ഞേ. എന്തിനാ പ്രൊട്രാക്ടർ ഷേപ്പ് കട്ട് ചെയ്തേ? അങ്ങനെ ഓർത്ത് ശ്രദ്ധിക്കേണ്ടാണ്. അപ്പൊ എന്തായാലും ഒന്നുകൂടി ചെയ്യേണ്ട വരും. ഓക്കെ, ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ച് കേട്ടോ. ഇതില് ഇപ്പൊ നിലവിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മെറ്റീരിയൽ ശ്രദ്ധിച്ച് കേൾക്കണം. റൈറ്റ് നൗ ഒരു റെക്ടാങ്കുലർ ഷീറ്റും ആ റെക്ടാങ്കുലർ ഷീറ്റിൽ ഒരു പ്രൊട്രാക്ടർ ഡിസൈനും നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾ ചെയ്യേണ്ട പണി ഇതാണ്. നമുക്ക് നമ്മുടെ സ്ട്രോയും അതുപോലെ തന്നെ ത്രെഡൊക്കെ വേണ്ടി വരിക. ഇപ്പൊ നിലവിൽ നമുക്കുള്ള ഇത്രയും കാര്യങ്ങളാണ്. താഴ്ന്നൊരു 10 സെന്റിമീറ്റർ നമ്മൾ ലൈൻ ഗ്യാപ്പ് വിട്ടിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ നമ്മൾ ഇങ്ങനെ കൃത്യം ഒരു പ്രൊട്രാക്ടർ ഇങ്ങനെ വരച്ചിട്ടുണ്ട്. മെഷർമെന്റ് കാര്യങ്ങളൊക്കെ ഞാൻ നോട്ട് ചെയ്യുന്നില്ല കേട്ടോ. നിങ്ങൾ ചെയ്യേണ്ട പണി, ഒന്നാമത് നിങ്ങൾ ചെയ്യേണ്ടത് ഈ പ്രൊട്രാക്ടറിന്റെ 90 ഡിഗ്രിയിലൂടെ പാസ് ചെയ്യുന്ന സെന്ററിൽ നിന്ന്, പ്രൊട്രാക്ടറിന്റെ സെന്റർ പോയിന്റിൽ നിന്ന് 90 ഡിഗ്രിയിലൂടെ പാസ് ചെയ്യുന്ന രീതിയിൽ യു ഷുഡ് ഡ്രോ എ പെർപെൻഡിക്കുലർ ലൈൻ. ഇത് കണ്ടോ, ലൈൻ വരയ്ക്കണം. പറയട്ടെ കേട്ടോ, പറയട്ടെ, തിരക്ക് പിടിക്കല്ലേ. ലൈൻ വരച്ചിട്ട് ഈ ലൈനിൽ നമ്മളുടെ ത്രെഡ് കൊണ്ടുപോയി വെക്കണം. അപ്പൊ ഈ ത്രെഡ് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മുടെ സാധാ സ്റ്റിച്ചിങ് ത്രെഡാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിന് ഒട്ടും കനം ഉണ്ടാവില്ല, ചിലപ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നു. ഓക്കെ, അപ്പോ ഒരല്പം കനമുള്ള ത്രെഡാണെങ്കിൽ കുഴപ്പമില്ല. കനമില്ലാതെ സ്റ്റിച്ചിങ് ത്രെഡാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് കുറച്ച് അധികം ലെങ്ത് എടുക്കുക, പക്ഷെ നല്ല ലെങ്ത് എടുക്കുക. എന്താ അതിന് ഫോൾഡ് ചെയ്യുക, 3-4 വട്ടം ഫോൾഡ് ചെയ്യുക. അപ്പൊ എന്താവും, കുറച്ച് കട്ടിയുള്ള നൂലായിട്ട് അത് മാറും. മനസ്സിലായോ? അങ്ങനെ ഫോൾഡ് ചെയ്തതിന് ശേഷം നമുക്കിത് ഇത്രയും ലെങ്ത് കിട്ടണം. മുകളിൽ വരെ ഇത്രയും ലെങ്ത് നമുക്ക് കിട്ടണം. ഓക്കെ, നമ്മൾ ആ പ്രൊട്രാക്ടർ ഡിസൈനിന്റെ തൊട്ട് താഴെ വരെ എടുത്താൽ പോരാ, അവിടുന്ന് കുറച്ചുകൂടെ താഴേക്ക് നമ്മൾ ലെങ്ത് ഇറക്കി എടുക്കണം. പറയാൻ മനസ്സിലായോ? എന്നിട്ട് നമ്മളൊരു ലൈൻ വരച്ചില്ലേ ഇപ്പോൾ, ആ ലൈനിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നൂല് കൃത്യം നേരെ വെക്കുക, വളഞ്ഞു പോവാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വളഞ്ഞ് കിടക്കാതെ നേരെ വെക്കുക. എന്നിട്ട് സെല്ലോ ടേപ്പ് ഉപയോഗിച്ച് ഈ ടോയിൽ ഈ ബോർഡിൽ ഒട്ടിക്കണം. ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഞാൻ പറയുന്ന പോലെ തന്നെ ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് ഒട്ടിക്കേണ്ടത്. കണ്ടോ, പ്രൊട്രാക്ടറിന്റെ ബേസിലാണ് ഇവനെ ഒട്ടിക്കേണ്ടത്. നിങ്ങൾ സെല്ലോ ടേപ്പ്, ഞാൻ റെഡ് കളർ റെക്ടാങ്കിൾ കാണിച്ചത് സെല്ലോ ടേപ്പ് ആട്ടോ. സെല്ലോ ടേപ്പ് ഒട്ടിക്കുമ്പോൾ ഒരു കാരണവശാലും സെല്ലോ ടേപ്പ് ഇങ്ങനെ കയറി പോകാൻ പാടില്ല. ഓക്കെ, ഈ സെല്ലോ ടേപ്പ് ഒരു കാരണവശാലും ഇങ്ങനെ ഇറങ്ങി വരാനും പാടില്ല. കറക്റ്റ് ആ ബേസ് ലൈനിൽ നിൽക്കാൻ പാകത്തിന് ഇങ്ങനെ വേണം ഒട്ടിക്കാൻ. കണ്ടോ, കൃത്യം ഇങ്ങനെ വേണം നിങ്ങൾ ആ സെല്ലോ ടേപ്പ് ഒട്ടിക്കാൻ. ഇനി അത് വേണമെങ്കിൽ ഒന്ന് ടൈറ്റായിട്ട് ഒട്ടി നിൽക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, വേറൊരു പീസോടെ വേണമെങ്കിൽ ഇപ്പറേക്ക് ഇങ്ങനെയൊക്കെ ഒട്ടിക്കാം കേട്ടോ. ഇത് തൊട്ടിപ്പറേ ഇങ്ങോട്ട് വേണമെങ്കിൽ ഒരു പീസോടെ ഒട്ടിക്കാം, ടൈറ്റായിട്ട് നിൽക്കാൻ വേണ്ടി. അതൊക്കെ നിങ്ങളുടെ ചോയ്സ്. ഈ ഒരു പീസ് നിർബന്ധമായിട്ടും ഉണ്ടാവണം, അതിനുള്ളിലേക്ക് കയറി പോരും. ഓക്കെ, അതിനുശേഷം നമ്മുടെ സ്ട്രോ എടുക്കണം. സ്ട്രോ എടുത്തിട്ട് കറക്റ്റ് ഈ ലൈനിൽ സ്ട്രോ നമ്മൾ ഇങ്ങനെ കീപ്പ് ചെയ്യണം. കണ്ടോ, തൽക്കാലം ഗ്രീൻ കളറിൽ കൊടുക്കുക കേട്ടോ. സ്ട്രോ കറക്റ്റ് എന്ത് ചെയ്യുക, നമ്മളുടെ പ്രൊട്രാക്ടറിന്റെ ബേസ് ലൈനിൽ വെക്കുക. ജസ്റ്റ് രണ്ടറ്റത്തും സെല്ലോ ടേപ്പ് ഒട്ടിക്കുക. സെല്ലോ ടേപ്പ് ഒട്ടിക്കുമ്പോൾ ഈ സ്ട്രോ അതിൽ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഒട്ടിക്കേണ്ടത്, അല്ലാതെ സ്ട്രോനെ പരത്തി വെച്ചിട്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹോളിൽ കൂടെ കാണാൻ പറ്റില്ല. മനസ്സിലായോ? അപ്പൊ സ്ട്രോ വെച്ചിട്ട് എന്ത് ചെയ്യുക, സെല്ലോ ടേപ്പ് കട്ട് ചെയ്യുക, സ്ട്രോയുടെ മോളിൽ കൂടെ ഒട്ടിക്കുക, ഇപ്പുറത്തും മോളിൽ കൂടെ ഒട്ടിക്കുക. വേണമെങ്കിൽ ബലത്തിന് വേണ്ടി നടുക്കും ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചാൽ നല്ലതാണ്. രണ്ടറ്റത്തായാലും മതി, സെന്ററിൽ ഒട്ടിച്ചാൽ നല്ലതാണ്. പിടിയോ? ഒരു പണി കൂടി ചെയ്യണം. ഇത് കൂടാതെ ഒരു ചെറിയ വെയിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ നട്ടോ ബോൾട്ടോ ഒരു ചെറിയ എന്തെങ്കിലും സംതിങ്. കാരണം ഈ നൂല് നമുക്കറിയാം, നമ്മൾ നേരെ പിടിക്കുമ്പോൾ താഴേക്ക് കിടക്കണമെങ്കിൽ നൂലിന്റെ അറ്റത്തൊരു വെയിറ്റ് വേണം, അല്ലെ? നമ്മൾ ഈ ഡിവൈസ് ഇത് എങ്ങനെയാണ് കീപ്പ് ചെയ്യുക, നമ്മളിത് നമ്മുടെ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ഇങ്ങനെ നമ്മൾ ആ ഡിവൈസ് കീപ്പ് ചെയ്യുക. കണ്ടോ, ഇങ്ങനെ നമ്മൾ പിടിക്കും കയ്യിൽ. ഇങ്ങനെ പിടിക്കുമ്പോൾ ഈ നൂല് ഇങ്ങനെ താഴേക്ക് കിടക്കണമെങ്കിൽ നൂലിൽ ഇച്ചിരി വെയിറ്റ് വേണം. അപ്പൊ ആ നൂലിന്റെ അറ്റത്ത്
എൻഡിൽ ചെറിയ എന്തെങ്കിലും ഒരു വെയിറ്റ്, ഇപ്പം ഇങ്ങനെ നമ്മൾ ടോയിൻ ഇങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ ത്രെഡ് ഇങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഒരു വെയിറ്റ് കെട്ടിയിടുക, ചെറിയ നട്ടോ ചെറിയ ബോൾട്ടോ സംതിങ്. ഓവർ വെയിറ്റ് ഒന്നും വേണ്ട, ചെറിയൊരു വെയിറ്റ്. ഓക്കെ, ഇത്രയും സംഗതി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഡിവൈസ് ഈസ് റെഡി. ഇത്രയും പണി ചെയ്ത് ഡിവൈസ് റെഡിയാക്കി വെക്കണം ഫോർ അവർ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ആൻഡ് ദ കമ്മിങ് 3 days are holidays, Friday, Saturday and Sunday. We will restart on Monday. Okay, right. Okay then, thank you, have a happy holidays. Thank you, sir. Thank you, sir.